ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ വിനീതമായി പ്രഭാതഭോജനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം 4-ാമത്തെ ഞായറാഴ്ച. നമ്മുടെ സഭ ഇത് മിഷൻ സൺഡേ ആയും ആചരിക്കുന്നു. ഇന്നത്തെ ദിവസം എവൻഗെലിയോൻ മേശയിൽ വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വേദഭാഗം ആണ്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതാണ് ഇന്നത്തെ എവൻഗെലിയോൻ ഭാഗം. ഇത് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 23 വരെയും, മർക്കോസ് എവൻഗെലിയോസ്തായുടെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയും, ലൂക്കോസ് എവൻഗെലിയോസ്തായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയും, യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 10 വരെയും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമത്തിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീൻ എന്ന് പറഞ്ഞു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ശിഷ്യന്മാർ കർത്താവിനെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. അവർ ഈ ലോക പരിമിതികളെക്കുറിച്ച് ചിന്തിക്കുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 33 വരെ നാം നോക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞത് അവർ മറന്നതായി കാണാം. അവൻ പറഞ്ഞത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടേണ്ട, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അവനോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. യേശു ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം. അന്ത്രയോസ് യേശുവിനോട്, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട് എന്ന് പറഞ്ഞു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. ഫിലിപ്പോസ് ഇത്രയും പേർക്ക് അപ്പം വാങ്ങാൻ വേണ്ടി വരുന്ന പണത്തെക്കുറിച്ച് ആകുലതയുണ്ട്. അന്ത്രയോസ് ഇത്രയും പേർക്ക് 5 അപ്പം ഒട്ടും മതിയാകയില്ലല്ലോ എന്നുള്ള ചിന്തയും അവൻ്റെ മനസ്സിലുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സറാഫാത്തിലെ വിധവ അവളുടെ കയ്യിൽ ശേഷിച്ച ആ ഭക്ഷണം ഭക്ഷിച്ചതിന് ശേഷം മരിക്കാൻ തീരുമാനിച്ച് ഇരിക്കുമ്പോഴാണ് ഏലിയ പ്രവാചകൻ അവിടെ എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ അവളോട് പറയുന്നത് കാര്യം മാത്രം അവൾ ചെയ്യുന്നു. ഏലിയാവ് അവളോട് പറഞ്ഞത്, നീ ഒരു ചെറിയ അട എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ അവളോട് പറയുന്നു. അവൾ അത് അനുസരിക്കുന്നു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത പ്രവചന പ്രകാരം വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകുന്നില്ല എന്ന് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം അവൾ മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ തന്നെയും അവൾ അനുസരണയുള്ളവളായിരുന്നു. ഈ പ്രവാചകനാണെന്ന് അറിയാതെ തന്നെ അവൾ ആ ഏലിയാവിന് അവൾ ഒരട ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അതോടെ അവൾ അനുഗ്രഹീതയായി. എലീശ അപ്പവും എണ്ണയും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് പോലെയും, അതായത് 2 രാജാക്കന്മാർ 4-ന്റെ 1 മുതൽ 6 വരെയും 42-44 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എലീശ പ്രവാചകൻ ചെയ്തതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽക്കാരെ മരുഭൂമിയിൽ തീറ്റിപ്പോറ്റിയതുപോലെയും, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായവും സംഖ്യാപുസ്തകം 11-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്കത് ക്ലിയറാവും. സകലത്തിലും മതിയായ ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ആഴമായ ബോധ്യം ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് അത്യാവശ്യം ആണ്. ആ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടോ എന്നാണ് നാം ഇപ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ദൈവത്തെക്കുറിച്ച് ആഴമായ
ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കരുണ ഉള്ളവനും ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ആവശ്യങ്ങളെ അറിയുന്നവനും ആണ് എൻ്റെ കർത്താവ് എന്നുള്ള ആ വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ എന്നുള്ള വിവരം നാം മറക്കരുത്. ആ കാലഘട്ടത്തിൽ ഒരു ദിനോറ ഒരു ദിവസത്തെ കൂലി ആയിരുന്നു. 200 ദിനോറയ്ക്ക് അപ്പം വാങ്ങിയാലും ഈ പുരുഷാരത്തിന് തികയില്ല എന്നാണ് അവർ യേശുവിനോട് പങ്കുവയ്ക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങളുടെ പക്കലുള്ളത് കൊണ്ടുവരുവീൻ. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. യേശു അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങളുടെ പക്കലുള്ളത് കൊണ്ടുവരുവീൻ. ആ 5 അപ്പവും മീനും എടുത്ത് യേശു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർ അത് പുരുഷാരത്തിന് കൊടുത്തു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യം. അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്ന് നാം ഇവിടെ കാണുന്നു. ഇവിടെ നാം കാണുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ദയയുള്ളവനായ യേശുക്രിസ്തു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സർവശക്തനായ യേശുക്രിസ്തു. മൂന്നാമത്തേത് തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നവനായ യേശുക്രിസ്തു. നാം എന്നത് മനസ്സിലാക്കുന്നു. അന്ന് നമുക്ക് വിശ്വാസത്തോടു കൂടി അല്ലാതെ അവൻ്റെ പാദത്തിൽ നമ്മളെ സമർപ്പിക്കുക അല്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ സഞ്ചരിച്ച് ബാക്കി ജീവിതം ജീവിച്ചാൽ അവൻ നമ്മെ കൈവിടുകയില്ല എന്നുള്ള ആ ഒരു വിശ്വാസം ആരിലുണ്ടോ അവർ ഒരിക്കലും ദൈവത്തിനെ തള്ളിപ്പറയാതെ, ആ പത്രോസ്ലീഹ തൽസമയത്ത് തള്ളിപ്പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും തള്ളിപ്പറയാറുണ്ട് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട്, രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ പിന്നീട് ആ പത്രോസ്ലീഹ മാനസാന്തരപ്പെട്ടതുപോലെ നാം ഓരോരുത്തരും മാനസാന്തരപ്പെടുകയും നാം അവനിൽ നമ്മെ തന്നെ അർപ്പിക്കുകയും ചെയ്താൽ ആ തോമാസ്ലീഹായുടെ ദൃഢതയുള്ള വിശ്വാസം അവനെ പോലെ അവൻ നമുക്ക് കാണിച്ചു തന്നതായ ആ മാതൃകയിലൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മൾക്ക് എല്ലാവിധ നമ്മുടെ ആഗ്രഹങ്ങളും സാധിച്ചു തരും എന്നുള്ളതിൻ്റെ ഒന്നാമത്തേതാണ്. അവൻ ദയയുള്ളവനാണ്, അവൻ സർവശക്തനാണ്, തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നവനാണ് എന്നുള്ള വിവരം നാം മറക്കാതിരുന്നാൽ മാത്രം മതിയാകും. ഇന്നത്തെ ഈ ഞായറാഴ്ച നാം ഓരോരുത്തരും ദേവാലയത്തിൽ ചെന്ന് വളരെ ഭക്തിയോടും ഭയത്തോടും കൂടി ആ മധുവയിലേക്ക് നോക്കി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാം ആ ആരാധനയിൽ പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നാം സംബന്ധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കും. ഒരു കാര്യം മാത്രം കഴിഞ്ഞ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ കുർബാനയുടെ മധ്യേ നമ്മൾ ചെയ്തതായ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അതിൽ പശ്ചാത്തപിച്ച് സർവശക്തൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ നിഷ്കളങ്കനായി നാം അവൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ നമുക്ക് സ്വർഗസുഖം അനുഭവിച്ച് തന്നെ അവൻ്റെ അടുത്തേക്ക് പോകുവാൻ സാധിക്കും. സ്വർഗത്തിൽ നമുക്കൊരു നിക്ഷേപമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.